പ്രതിപക്ഷത്തെ കാണിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭയമാണ് ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വന്നപ്പോൾ കണ്ടത്. മറ്റൊരു രാജ്യത്തിന്റെ തലവൻ നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾപ്പെടുത്തണം എന്നതാണ് കീഴ്വഴക്കം. എന്നാൽ രാഹുൽ ഗാന്ധിയെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ടായിരുന്നു മോദി തടി തപ്പിയത്. പണ്ട് G20 ഉച്ചകോടി നടന്നപ്പോൾ ധാരാവിയെ പോലെയുള്ള സ്ഥലങ്ങൾ ഷീറ്റിട്ട് മറിച്ചതുപോലെ ഒരു വലിയ മതിലായിരുന്നു രാഹുൽ ഗാന്ധിക്കും വ്ളാഡിമിർ പുടിനും മുന്നിൽ മോദി ഉണ്ടാക്കിയെടുത്തത്. സത്യത്തിൽ രാഹുൽ ഗാന്ധിയോടുള്ള അവഗണനയായിട്ടല്ല, ഭയമായിട്ടാണ് ഈ നീക്കത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇന്ത്യ സന്ദർശിക്കുന്ന പ്രമുഖരായ വിദേശ നേതാക്കളോട് പ്രതിപക്ഷ നേതാവിനെ കാണരുത് എന്ന് സർക്കാർ ആവശ്യപ്പെടുന്നത് അവരുടെ അരക്ഷിതാവസ്ഥ കാരണമായിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദേശ പ്രമുഖർ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിനെ സന്ദർശിക്കുന്നത് ഒരു പാരമ്പര്യമാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ മന്ത്രാലയവും ഈ മാനദണ്ഡം പാലിക്കുന്നില്ല എന്നത് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു നേരത്തെ തന്നെ. സാധാരണയായിട്ട് ഇന്ത്യയിലേക്ക് ഔദ്യോഗിക സന്ദർശനത്തെത്തുന്ന ഏതൊരു വിദേശ രാഷ്ട്രതലവനും രാജ്യത്തെ പ്രതിപക്ഷ നേതാവുമായും കൂടിക്കാഴ്ച നടത്തുന്നത് ജനാധിപത്യപരമായ കീഴ്വഴക്കമാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെയും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും കാലഘട്ടത്തിൽ ഈ പതിവ് കൃത്യമായി പാലിച്ചതാണ്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ മാത്രം ഈ പതിവ് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നടപടി ഒരു പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന് തുറന്നടിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സർക്കാർ മാത്രമല്ല തങ്ങളും ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് എന്ന കാര്യം ഓർക്കണമെന്നും പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിക്ക് ക്ഷണമില്ല എന്ന വാർത്തയ്ക്കൊപ്പം അവർ ശശി തരൂരിനെ അത്താഴ് വിരുന്നിന് ക്ഷണമുണ്ടായിരുന്നു എന്നത് മറ്റൊരു രാഷ്ട്രീയ പോരിലേക്ക് ചുവടുവെക്കുകയാണ്. ഇന്ത്യൻ പ്രതിപക്ഷത്തെ മാറ്റി നിർത്താൻ മാത്രം എന്ത് ഘടകമാണുള്ളതെന്ന് എന്ന് മോദി പുറത്തു പറഞ്ഞിട്ടില്ല. അതേസമയം നരേന്ദ്രമോദി അടുത്ത സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസംഗം. ഇന്ത്യയിൽ ലഭിച്ച ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ പുടിൻ ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നും വ്യക്തമാക്കി. സുരക്ഷാ, വ്യാപാരം, സാമ്പത്തിക, സൈനിക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ കരാറുകൾ ഒപ്പിട്ടതായിട്ടും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. കൂടംകുളം ആണവോർജ്ജ നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സഹകരിക്കുമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ആണവോർജ്ജ നിലയങ്ങളിൽ ഒന്നാണിതെന്നും കൂടാതെ ചെറു ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിലും സഹകരണം ശക്തമാക്കുമെന്നും സാംസ്കാരിക സഹകരണത്തിന്റെ ഭാഗമായ ഒരു റഷ്യൻ TV ചാനൽ ഇന്നു മുതൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും പുടിൻ അറിയിച്ചു കഴിഞ്ഞു. തന്ത്രപ്രധാനമായ കാര്യങ്ങൾ നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതും പിൻകസേരയിലിരുത്തുന്നതും ഇപ്പോൾ മോദി സർക്കാർ തുടരുകയാണ്. പ്രതിപക്ഷവും ജനപക്ഷവും വേണ്ട, ഇവിടെ ഒരൊറ്റ പക്ഷം മതി എന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. നമുക്ക് ഈ വിഷയത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ആ പ്രതികരണം ഒന്ന് കാണാം. जनरली इस सरकार की पॉलिसी है, नॉर्मली ट्रेडिशन होता है कि LOP के साथ जो भी बाहर से आते हैं उनकी मीटिंग होती है. ये वाजपेयी जी के टाइम होता था, मनमोहन सिंह जी के टाइम होता था, ये ट्रेडिशन रहा है. बट आजकल क्या होता है कि जो फॉरेन डिग्नेटरीज आते हैं या जब मैं कहीं बाहर जाता हूँ तो सरकार उनको सजेस्ट करती है कि LOP से नहीं मिलना चाहिए. तो ये इनकी पॉलिसी है, ये हर बार करते हैं. जब मैं बाहर जाता हूँ ये करते हैं, जब लोग यहाँ आते हैं मैं करता हूँ. हमें मैसेज मिलता है कि हमें बताया गया है कि सरकार हमसे कहती है कि आपसे नहीं मिलना है. थैंक यू. वो तो है रिलेशन देखिए, रिलेशन तो सबके साथ है. जो LOP एक दूसरा पर्सपेक्टिव देता है. हिंदुस्तान को हम भी रिप्रेजेंट करते हैं. हाँ, सिर्फ सरकार नहीं रिप्रेजेंट करती है. तो सरकार नहीं चाहती कि ऑपोजिशन के लोग बाहर के लोगों से मिलें. ये ट्रेडिशन है. एक सेकंड मुझे बोलने दीजिए. ये ट्रेडिशन है, ये नॉर्म है. बट मोदी जी इस नॉर्म को फॉलो नहीं करते हैं. फॉरेन मिनिस्ट्री इस नॉर्म को फॉलो नहीं करती है. थैंक यू. बहुत अजीब बात है. ये प्रोटोकॉल होता है. कोई भी विजिटिंग डिग्नेटरी LOP से मिलते हैं और रिक्वेस्ट करते हैं तो मिलते हैं. तो इस प्रोटोकॉल का रिवर्सल मतलब इस सरकार की जो जनरल जो जितनी भी नीतियां हैं वो इसी आधार पर है. वो सब खुद घेरना चाहते हैं, कोई और आवाज़ को उठने ही नहीं देना चाहते, किसी और का कुछ पक्ष सुनना ही नहीं चाहते और जो प्रोटोकॉल्स हैं उनको भी तोड़ रहे हैं. तो एक लोकतंत्र का प्रोटोकॉल होता है, उसको निभाना चाहिए. अब भगवान जाने किस बात का डर. मैं तो ये प्रदूषण पर चर्चा करने में क्या डर है कर लीजिए, सुन लीजिए, कुछ तो फिर हल निकलेगा. इसी तरह से तो हल निकलेगा. लोकतंत्र में हर जने को अपनी बात कहने का मौका मिलना चाहिए और चर्चा होनी चाहिए और फिर एक्शन लेना चाहिए. तो यहाँ तो कोई चर्चा होनी ही नहीं है. भारत की डेमोक्रेसी है इनसिक्योर, बहुत इनसिक्योर है और उसका एक ये रिफ्लेक्शन है
कि अगर एलओपी को मतलब इतने सालों से जब भी कोई डिग्निटरी आते हैं तो एलओपी से मिलते हैं, ये प्रोटोकॉल है। तो इस प्रोटोकॉल को तोड़ने का और इसका रिवर्सल करने का क्या फ़ायदा है? मतलब ये इनसिक्योरिटी हो सकती है और क्या हो सकती है? डेमोक्रेसी की छवि भी खराब